ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? എന്തിൻ്റെ വിശേഷം? ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇഡ്ഡലിൻ്റെ റെസിപ്പി ആയിട്ടോ. അതായത് ഇഡ്ഡലി മാവ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ തലേന്ന് രാവിലെ തന്നെ ഇഡ്ഡലിക്കുള്ള പച്ചരിയും അതുപോലെ തന്നെ ഉഴുന്നും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവയൊക്കെ ഇട്ടിട്ട് നമ്മൾ പുതിർത്തി വെച്ചതിനു. അപ്പോൾ രാത്രിയിൽ അത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ മാവ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോകട്ടോ, അരച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ആവശ്യത്തിന് ഇതുപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ടാവും, കയറി കാണാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാർ. നല്ലൊരു ഇഡ്ഡലീൻ്റെ റെസിപ്പി തന്നെയാണ്. അതായത് നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതിൻ്റെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓവർ തിക്കായിട്ടൊന്നും ഇഡ്ഡലി മാവ് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ മിക്സിയൊക്കെ കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ഓവർ തിക്കാക്കി നമ്മൾ എടുക്കും, പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇങ്ങനെ അടിച്ച് നോക്കും, അടിപൊളിയായിട്ട് നമുക്ക് ഇതാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ ഒരുവിധം ഫുള്ള് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് അതിലേക്ക് കല്ലുപ്പും അതുപോലെ തന്നെ ഒരു 2 കയ്യിൽ ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പൊന്നിയരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് അരിയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ആ അരി വെച്ചുള്ള ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മളിന്ന് ഉച്ചയ്ക്ക് വെച്ച ചോറാണ് രാത്രി നമ്മളിത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. ഇനി മാവ് നന്നായിട്ടൊന്ന് കയ്യിലുകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ടൊന്നും മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളിതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ മാവ് നമ്മൾ നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ട് മൂടി വെക്കുകയാണ്, മാറ്റി വെക്കാൻ പോകാം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ അങ്ങനെ കയ്യിലുകൊണ്ട് എടുത്ത് നോക്കിയിട്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നല്ല തിക്കായിട്ടിരിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. നമ്മളിതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസം നമ്മൾ മാവ് അതുപോലെ നന്നായിട്ട് പൊന്തി വന്നിക്കുന്നു കേട്ടോ. ഇതുപോലെ മാവ് പൊന്തി വരുമ്പോൾ നമ്മൾ ആ ഒഴിച്ച ടൈറ്റൊന്നും ഉണ്ടാവില്ല, അതായത് നമ്മൾ അടിച്ച് വെച്ച ആ ഒരു ലൂസൊന്നും ഉണ്ടാവില്ല. മാവ് നന്നായിട്ടൊന്ന് ടൈറ്റാവും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുക ഇതുപോലെ കിട്ടും മാവ് ഒരു പാകത്തിന് കേട്ടോ. മറ്റേത് നമ്മൾ നല്ല ടൈറ്റിൽ അടിച്ചേക്കുകയാണെങ്കിൽ ഇതിലും നല്ല ടൈറ്റായിട്ട് നല്ല ടഫ് ഒരു റഫ് പോലെ ഉണ്ടാവും മാവെല്ലാം പാടി. അപ്പോൾ അത്ര ടൈറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. വെറുതെ എല്ലാ മാവും കൂടി നമ്മൾ കയ്യിലിട്ട് വെറുതെ ഇങ്ങനെ ഇളക്കി എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള മാവ് മാത്രം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമുക്കതിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലർക്ക് ദോശയ്ക്ക് വേണ്ടി കുറച്ചൊരു വെള്ളം ആഡ് ചെയ്യണമെന്നുണ്ടാവില്ലേ, അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ ചെയ്യട്ടോ. ഇപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ പാത്രം സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ലേശം ഒന്ന് മെയ്ക്ക് തടവി കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ മെയ്ക്കൊന്നും തടവി കൊടുത്തിട്ടില്ല. അങ്ങനെ തന്നെ നമ്മളിത് ഇതുപോലെ പാത്രത്തിൽ ഒഴിച്ച് വെക്കുക ചെയ്യുന്നത് കേട്ടോ. മെയ്ക്ക് തടവി കൊടുത്താൽ ഇഡ്ഡലി ഒന്നും കൂടി പെട്ടെന്ന് വിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇഡ്ഡലി നമ്മൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് നമ്മൾ അടുത്തൊരു പാത്രവും വെള്ളവും അതുപോലെ തന്നെ അതിലൊരു സ്പൂണും വെക്കണം. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നമ്മളെപ്പോഴും ഇഡ്ഡലി നന്നായിട്ട് ആവി വന്ന് പൊന്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ വെള്ളത്തിലൊന്ന് സ്പൂണൊന്ന് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തതിന് ശേഷം ആ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഓരോ ഇഡ്ഡലി എടുക്കുമ്പോൾ ഇങ്ങനെ വടിച്ചെടുക്കുക. നനവ് വെച്ചിട്ട്